Now we discuss a particle going through a potential step such that the energy of the particle is less than u. So if the particle is a classical particle, we know that the particle cannot go into region 2. It will be completely reflected back. So there is no transmission and reflection coefficient will be 1. But the quantum mechanical case is different, and so that we have to solve the Schrodinger equation for region 1 and region 2. So for region 1, the Schrodinger equation is same as that of the previous case, d square psi 1 by dx square plus 2m by cross h square E psi 1 equal to 0. So this is called k1 square, and we have the solution as psi 1 is equal to a to the power I k1x, that is the incident wave, b to the power minus I k1x, that is the reflected wave. But in region 2, the solution is different, and also the Schrodinger equation is different. So d square psi by dx square plus 2m by psi 2, since it is for region 2, E minus U psi 2 equal to 0. So since E less than U, E minus U is negative. So we have to take minus here so that this quantity is positive. So d square psi 2 by dx square minus 2m by cross h square U minus E. U or U0. You can use any value psi 2 equal to 0. So now this is a constant and it's positive. ഈ മൈനസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അതിനെ നമുക്ക് k2 സ്ക്വയർ എന്നോ k3 സ്ക്വയർ എന്നൊക്കെ വിളിക്കാം കേട്ടോ. നേരത്തെ k2 ആയിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകണ്ടെന്നുള്ളത് വേണമെങ്കിൽ k3 സ്ക്വയർ എന്ന് വിളിക്കാം ഓർ k2 സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ നമുക്ക് k2 സ്ക്വയർ എന്ന് വിളിക്കാം. d സ്ക്വയർ psi 2 by dx സ്ക്വയർ മൈനസ് k2 സ്ക്വയർ psi 2 ഈക്വൽ ടു 0 ഓർ d സ്ക്വയർ psi 2 by dx സ്ക്വയർ is k2 സ്ക്വയർ psi 2. ഇങ്ങനെയുള്ള ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഹാർമോണിക് അല്ല. മൈനസ് k2 സ്ക്വയർ psi 2 ആണെങ്കിലാണ് ഇത് ഹാർമോണിക്. ഇങ്ങനെയുള്ളത് എക്സ്പോണൻഷ്യൽ ഗ്രോത്തും എക്സ്പോണൻഷ്യൽ ഡീക്കെ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ദി സൊല്യൂഷൻ കോഎഫിഷ്യൻസ് നമുക്ക് സി ഡി എന്ന് പറയുന്ന പോലെ ചൂസ് ചെയ്യാം. psi 2 of x is equal to c e to the power k to x. So the solution is exponential. ഇവിടെ ഐ ഉണ്ടാവില്ല കേട്ടോ, ഹാർമോണിക് അല്ല. ഡി ഇ ടു ദി പവർ മൈനസ് കെ ടു എക്സ്. അപ്പൊ നമുക്കറിയാം റീജിയൻ 2 എന്ന് പറയുന്നത് 0 ടു പ്ലസ് ഇൻഫിനിറ്റി വരെയാ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. റീജിയൻ 1 മൈനസ് ഇൻഫിനിറ്റി ടു 0. ആൻഡ് വി ഹാവ് സീൻ ദാറ്റ് ദി വേവ് ഫംഗ്ഷൻ ഷുഡ് ബി നോർമലൈസബിൾ. ഒരു വേവ് ഫംഗ്ഷൻ വെൽ ബിഹേവ്ഡ് ആണെങ്കിൽ അത് നോർമലൈസബിൾ ആയിരിക്കണം. ഒരു റിയൽ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എപ്പോഴും വെൽ ബിഹേവ്ഡ് ആയിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി നോർമലൈസബിൾ. ദാറ്റ് ഇസ് ദി വാല്യൂ ഓഫ് ദി വേവ് ഫംഗ്ഷൻ ഷുഡ് ഗോ ടു 0 അറ്റ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. അപ്പൊ റീജിയൻ 2 വരുന്നത് പ്ലസ് ഇൻഫിനിറ്റി ആണ്, മൈനസ് ഇൻഫിനിറ്റി അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ റീജിയൻ 1 ഹാർമോണിക് ആയതുകൊണ്ട്, അതായത് സൈനോ കൊസൈനോ ആയതുകൊണ്ട് തന്നെ മൈനസ് ഇൻഫിനിറ്റിയിലായാലും വേവ് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് ഇൻഫിനിറ്റി ആവുന്നൊന്നുമില്ല, ബ്ലോ ചെയ്യുന്നില്ല, ഫൈനൈറ്റ് തന്നെയാണ്. ബട്ട് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം അറ്റ് പ്ലസ് ഇൻഫിനിറ്റി. ഇതിന്റെ വാല്യൂ നോക്കാം. സി ഇ ടു ദി പവർ കെ ടു ഇൻഫിനിറ്റി അല്ലെ, ഇൻഫിനിറ്റി ആവും. ഡി ഇ ടു ദി പവർ മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, ഇത് 0 ആയി. ഓക്കെ, വാല്യൂ ഓഫ് ദി വേവ് ഫംഗ്ഷൻ ഷുഡ് ഗോ ടു 0 അറ്റ് ദിസ് പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് മൈനസ് ഇൻഫിനിറ്റി. റീജിയൻ 2 പ്ലസ് ഇൻഫിനിറ്റി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സി എന്തായിരിക്കണം, 0 ആയിരിക്കണം. then only the wave function is well behaved. നമ്മൾ ഓൾറെഡി പൊട്ടൻഷ്യൽ വെല്ലിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. സോ psi 2 of x is equal to d e to the power minus k to x alone. So this is the wave function in region 1 and this is the wave function in region 2. So this is the incident wave and this one is the reflected wave. So നിങ്ങൾക്ക് സെയിം കോൺസ്റ്റൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ a1 b1. സിക്ക് പകരം ഇത് ഡിക്ക് പകരം ഇത് സി യൂസ് ചെയ്താലും മതി. അതായത് ഈ പാർട്ടിന് സിയും ഡിയും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എ ബി സിയുടെ ടേമിൽ കിട്ടും കേട്ടോ. ഞാൻ എ ബി ഡിയുടെ ടേമിലാണ് ചെയ്യുന്നത്.
So we have to apply the boundary conditions. So at x is equal to 0, psi1 equal to psi2. So a plus b, x 0 ആകുമ്പോൾ ഇത് a ആയി, a plus b equal to d. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, എന്നിട്ട് x is equal to 0 കൊടുക്കണം. ik1a at x is equal to 0 എന്ന് പറയുമ്പോൾ ഈ ടേം 0, ഈ ടേം 0, ഈ ടേം 0 1, ik1a minus ik1b is equal to minus k2d. Okay, so we will get ik1 into a minus b equal to minus k2d. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇത് സീഡ് ടേമിൽ എഴുതിയിട്ടുണ്ട്, കാരണം എക്സ്പോണൻഷ്യലി, അതായത് ഇതിന്റെ കോഎഫിഷ്യന്റ് ഇത് തിരിച്ചെഴുതാം. ഓക്കെ, സി ടു ദി പവർ മൈനസ് കെ ടു എക്സ്, ഡി ടു ദി പവർ പ്ലസ് കെ ടു എക്സ് ആകുമ്പോൾ സി ആയിരിക്കും ഉണ്ടാവുക, ഡി 0 ആയിരിക്കും. എങ്ങനെ ചൂസ് ചെയ്താലും കുഴപ്പമില്ല. ദെൻ is equal to k2 d. So a minus b is equal to minus k2 by ik1 d. മൈനസ് എന്ന് പറയുന്നത് നമുക്ക് ഐ സ്ക്വയർ എഴുതാം, ഐ സ്ക്വയർ ബൈ ഐ. അപ്പോൾ ഐ എന്ന് കിട്ടും എ മൈനസ് ബി ഈക്വൽ ടു ik2 d by k1. Okay, so we can solve this. നേരത്തെ പോലെ എ പ്ലസ് ബി കിട്ടിയിട്ടുണ്ട്, എ മൈനസ് ബി കിട്ടിയിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബി എലിമിനേറ്റ് ചെയ്യാം, ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി എലിമിനേറ്റ് ചെയ്യാം. സോ ഡി ഇൻ ടേംസ് ഓഫ് എ കിട്ടും. അതുപോലെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1-നെ ഈ ik2 ബൈ k1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഈ ഇക്വേഷനുമായിട്ട് 2 ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡി ടേം എലിമിനേറ്റ് ചെയ്യും, എയും ബിയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. സോ അത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആണ് കേട്ടോ, ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ബി ബൈ എ is equal to k1 minus ik2 divided by k1 plus ik2. Okay, and d by a is equal to 2k1 by k1 plus ik2. സോ നമുക്ക് ഇവിടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഡിഫൈൻ ചെയ്യാം. ആർ എന്ന് പറയുന്നത് മോഡുലസ് ബി ബൈ എ ഹോൾ സ്ക്വയർ. ആ ബി ബൈ എ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിന്റെ മോഡുലസ് സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. മോഡുലസ് k1 മൈനസ് ik2 ഡിവൈഡഡ് ബൈ k1 പ്ലസ് ik2 സ്ക്വയർ. അപ്പൊ നമുക്കറിയാം ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ സ്റ്റാർ, എ ആണെങ്കിൽ റൂട്ട്, ഓൾറെഡി അത് സ്ക്വയർ ചെയ്യുന്നുണ്ട്, അപ്പൊ ജസ്റ്റ് അതിന്റെ കോൺജുഗേറ്റ് കാണും. അപ്പൊ k1 മൈനസ് ik2 ഇൻറ്റു k1 പ്ലസ് ik2, അതിന്റെ കോൺജുഗേറ്റ്. റൂട്ട് എടുക്കേണ്ട, കാരണം ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ദെൻ ഡിനോമിനേറ്ററിന്റെ k1 പ്ലസ് ik2, അതിന്റെ കോൺജുഗേറ്റ് k1 മൈനസ് ik2. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് 1. ഓക്കെ, ഇവിടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് 1 ആണെങ്കിലും ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് 0 അല്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ്. കാരണം റീജിയൻ 2-ൽ വേവ് ഫംഗ്ഷൻ 0 അല്ല, ബട്ട് ദി വേവ് ഫംഗ്ഷൻ ഈസ് an exponentially decaying function. It's not automatically 0 in the region 2, region of negative energy. കാരണം ഈ മൈനസ് യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, കൈനറ്റിക് എനർജി നെഗറ്റീവ് ആയിരിക്കും. ക്ലാസിക്കലി അത് ഫോർബിഡൻ ആണ്, ബട്ട് ക്വാണ്ടം മെക്കാനിക്കലി ദി പാർട്ടിക്കിൾ can go into a region 2, and the corresponding wave function is an exponentially decaying wave function. അപ്പോൾ ഇവിടെ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ T is equal to psi2 star divided by psi1 plus into psi1 plus star. psi1 plus എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ വരുന്ന
ഇൻസിഡൻറ്റ് വേവ്. അപ്പോൾ ഇവിടെ നേരത്തെ എല്ലാം നമുക്ക് കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ് ആയിരുന്നു. പക്ഷേ psi2 എന്ന് പറയുന്നത് റിയൽ ആണ്. d⁻⁻p². അതിൻ്റെ കോൺജുഗേറ്റും അത് തന്നെ d⁻⁻p². അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആകുന്നില്ല. പക്ഷെ ഡിനോമിനേറ്ററിൽ നമുക്കറിയാം a⁻ik1x a⁻−ik1x ഇത് 1 ആകും. സോ d²e⁻²k2x ഡിവൈഡഡ് ബൈ a² ആണ് വരുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി നേരത്തെ പോലെ d²/a² അല്ല, ഇൻറ്റു എന്തും കൂടെ വരും k2/k1 എന്ന് പറയുന്ന ഫാക്ടർ വെലോസിറ്റിയുടെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ വരും കേട്ടോ. കാരണം പ്രോബബിലിറ്റി ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി അതാണ് വരുന്നത്. ഫ്ലക്സിന്റെ റേഷ്യോ ആണ് ദിസ് പ്രോബബിലിറ്റി ഇൻറ്റു k2/k1. അപ്പോൾ ഇതൊരിക്കലും d²/a² ആവില്ല. സോ അത് എക്സിനനുസരിച്ച് വേരി ചെയ്യും ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം x is equal to 0-യിലുള്ള ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി കാണുകയാണ്. സോ ദാറ്റ് is equal to അവിടെ just at the point where the potential changes, അവിടെ x is equal to 0, d²/a² into k2/k1. Okay. So we have seen that at x is equal to 0, the transmission probability is proportional to d². അപ്പോൾ d/a നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 2k1/k1 plus ik2. അപ്പോൾ ഇനി d equal to a into 2k1/k1 plus ik2. d² എന്ന് പറയുന്നത് മോഡുലസ് d² is equal to മോഡുലസ് a² into ഇതിൻ്റെ മോഡുലസ് 4k1² മോഡുലസ് സ്ക്വയർ. ഇത് റിയൽ ആണ്. k1 plus ik2ൻ്റെ മോഡുലസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ k1 plus ik2 into k1 minus ik2, a plus ib into a minus ip, that is a² plus d². അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം k1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2me ക്രോസ് h സ്ക്വയർ ആണ്. അതുപോലെ തന്നെ k2² എന്ന് പറഞ്ഞാൽ 2m u minus e ക്രോസ് h സ്ക്വയർ ആണ്. അപ്പോൾ k1² plus k2² ചെയ്യുമ്പോൾ മൈനസ് 2me ക്രോസ് h സ്ക്വയറും പ്ലസ് 2me ക്രോസ് h സ്ക്വയറും ക്യാൻസൽ ചെയ്യും. 2mu ക്രോസ് h സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അത് ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡ് a² ഇൻറ്റു 4 into 2m e cross h square divided by 2m u cross h square. അപ്പോൾ 2m cross h square cancel ചെയ്യും. a² 4e/u. Okay. So the transmission probability at x is equal to 0 is proportional to d², which in turn equal to a² 4e/u. So the probability of finding the particle in the forbidden region from 0 to plus infinity can be done by integrating the wave function from 0 to infinity. Total probabilityയും d²ന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ t not equal to 0 ആണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ ക്യാൻ go to region 2. ക്ലാസിക്കലി നമുക്കറിയാം there is no transmission since E is less than U, but quantum mechanically the particle can penetrate into region 2. Okay. So this is classically forbidden. So here reflection coefficient ഇവിടെ 1 ആണ്. So actually the wave penetrating a small distance from the boundary into the region is continually reflected back. അതായത് ബൗണ്ടറിയിൽ നിന്നല്ല അത് റിഫ്ലക്ട് ചെയ്യുന്നത്, കുറച്ച് അപ്പുറത്തു നിന്ന് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് 1 ആവുന്നതാണ് till all the incident energy is turned back into region 1. Due to such continual reflection, the amplitude of the wave penetrating into the region 2 falls exponentially. അപ്പോൾ വേവ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അത് സ്റ്റെപ്പ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വരച്ചതാണ്. സോ ഒരു സൈൻ കൊസൈൻ വേവ് ആൻഡ് എക്സ്പോണൻഷ്യൽ ഡീകെ. ഓക്കെ. അപ്പോൾ റീജിയൻ 2 ഒരു എക്സ്പോണൻഷ്യലി ഡീകെ ആണ്. സോ ഇൻ ദി ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡ് ദർ ഇസ് എ ഫൈനൈറ്റ് പ്രോബബിലിറ്റി ഓഫ് പാർട്ടിക്കിൾ വേവ് പെനിട്രേറ്റിംഗ് a short distance into the classically forbidden region and decaying exponentially. ഈ വേവ് ഫംഗ്ഷൻ തന്നെ അറിയാം, ഇതൊരു എക്സ്പോണൻഷ്യൽ ഡീകെ ആണ്. റീജിയൻ 1-ൽ ഇൻസിഡന്റ് വേവിന്റെയും റിഫ്ലക്റ്റഡ് വേവിന്റെയും സം ആയിരിക്കും. അതൊരു സ്റ്റാൻഡിങ് വേവ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.